ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ എവിടെ? അമ്മയില്ല, പുറത്തു പോയിരിക്ക. എത്ര പെട്ടെന്നാ എല്ലാം തകിടം മറിഞ്ഞത്. വിവാഹബന്ധം വേർപെട്ടോ? ഇല്ല. അവൾക്ക് ഈ ജന്മം ജയില് തന്നെ ശരണമെന്ന കണക്കൂട്ടൽ നടന്നോ? അതും ഇല്ല. പുഷ്പം പോലെ തലയൂരി ആ ഒരുമ്പെട്ടവള് ഇപ്പൊ പറന്നു നടക്കുക. ഇതിപ്പോ ഒരു നാണക്കേട് ഉണ്ടാകാനില്ലടാ. അവളുടെ കയ്യൊപ്പ് അത് വെറും പ്രഹസനമായപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മാനം മൊത്തത്തിൽ അവള് നശിപ്പിച്ചിരിക്കുക. ശാപം പിടിച്ചവള്. മൂന്നാംകിട ക്രിമിനൽ വിക്രം. അവൻ ബിസിനസ് കൂട്ടാളിയാണ്, സുഹൃത്താണ്, ചങ്കാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. എന്നിട്ടും അവൻ തന്നെ നിനക്ക് പാടയായല്ലോടാ. അവന്റെ പെൻഡ്രൈവ് അല്ലേ എല്ലാം തൊലച്ചത്. ആ മാധവന്റെ അയൽ വീടുകളിൽ ചിലയിടത്തൊക്കെ ക്യാമറ വച്ചിട്ടുണ്ട്. അത് വിക്രമനറിയാമെന്ന് അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലെ വിഷ്വൽസ് ആണ് വിക്രം ആയുധമാക്കിയത്. അതിന് ചിലപ്പോ ആ വീട്ടുകാരുടെ ഒത്താശ ഉണ്ടാവും. മാധവന്റെ വീട്ടിനടുത്തായി പലരും പലപ്പോഴും വിക്രമനെ കണ്ടിട്ടുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിക്രമിനെ വിട്ടേക്ക്. നമ്മൾ നേരിട്ട് ഇടപെട്ടാലാണ് വിക്രമന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അത് വേണ്ട. നമുക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ട് പണിയെടുക്കാമെന്ന് ഒരു പൊട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ഉപയോഗിക്കാം. നീ ആരുടെ കാര്യം പറയുന്നേ? വന്ദനയുടെ സഹോദരൻ പ്രകാശ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അത്യാഗ്രഹി. ശരിയായിരിക്കും, പക്ഷെ പ്രകാശനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ചേച്ചി, അവനിപ്പോ എന്റെ ചൂണ്ടക്കൊളുത്തിൽ പെട്ടിരിക്കുക. ഒന്നുകൂടി അവൻ ശക്തമായി കൊളുത്തിൽ പിടിക്കട്ടെ. അവനെ നമ്മൾ വരുതിയിലാക്കും. അവനെ കൊണ്ട് ജഗനെയും വന്ദനയും തമ്മിൽ തെറ്റിക്കാം. അതിനുള്ള സമയം വരുന്നതേ ഉള്ളൂ. എനിക്ക് ഈ പ്രകാശനെ അങ്ങോട്ട് തീരെ വിശ്വാസമില്ല. എനിക്കുമില്ല. പക്ഷേ ഇപ്പോ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു വ്യക്തി അവൻ മാത്രമാ. അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചിരിക്കും. വന്ദനയും ജഗനെയും അവനെ കൊണ്ട് രണ്ടാക്കി മുറിച്ചു മാറ്റ ഞാൻ. അമ്മ എവിടെ? അമ്മയില്ല, പുറത്തു പോയിരിക്ക.
ഏ? ആ, ആ. ഹ, എന്താണമ്മേ കുറെ നേരമായല്ലോ കൂലങ്കഷമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ചിന്താ വിഷയം? ജഗനെയും വന്ദനയും കുറിച്ച് തന്നെയാ. വന്ദനയെ ജീവിതകാലം മുഴുവൻ ജയിലിൽ പാർപ്പിക്കാനായിരുന്നല്ലോ നിന്റെ അച്ഛന്റെയും അപ്പച്ചിയുടെയും ശ്രമം. ആ, ജഗനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി. ആ 2 പദ്ധതികളും പൊളിഞ്ഞല്ലോടാ. ഇനി അവര് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കില്ല. അഥവാ അച്ഛൻ വെറുതെ ഇരുന്നാലും അപ്പച്ചി ഇരുത്തില്ല. ഓരോരോ കുതന്ത്രങ്ങൾ ഒപ്പിച്ച് അപ്പച്ചി അച്ഛന്റെ ചെവിയില് ഊതിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് അച്ഛൻ ബലൂൺ പോലെ വീർത്തുകൊണ്ടേയിരിക്കും. ഒടുവിൽ അച്ഛൻ ടപ്പേന്ന് പൊട്ടുമ്പോ അതിന്റെ ശക്തിയില് അപ്പച്ചിയുടെ കാറ്റ് തെറിക്കും. എടാ ഒന്ന് പതുക്കെ. ദേ, നിന്റെ അച്ഛനിപ്പോ വന്ദനയോടുള്ളതിനേക്കാൾ പകയും വിദ്വേഷവും ജഗനോടാ. അച്ഛനവനെ ഉപദ്രവിക്കുമെന്ന് എന്റെ പേടി. അമ്മ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അച്ഛൻ മരത്തിൽ കാണുന്നതിന് മുമ്പേ അതങ്ങ് മാനത്ത് കാണുന്നവനാ ജഗൻ. ഹ, അച്ഛനും അപ്പച്ചനും വിചാരിച്ചാ ജഗൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ സഹായം കൂടാതെ എത്രയോ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടവനാ ജഗൻ. വന്ദനയെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ വിവാഹമോചനക്കത്ത് കീറിക്കൊണ്ടുവന്ന് വിട്ടിയാക്കിയതിലാ അച്ഛന് ഏറ്റവും വലിയ വൈരാഗ്യമുള്ളത്. എന്നാ ആ കാര്യത്തിലാണ് ഈ ചേട്ടൻ അവനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത്. വിവാഹമോചന കത്തൊന്ന് കീറിയെന്നല്ലേ ഉള്ളൂ. വന്ദനയുടെ ബന്ധം വേറെപ്പെട്ടതുമില്ല, ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ബുദ്ധിരാക്ഷസനായ അച്ഛന്റെ മണ്ടയിൽ ഉദിക്കാത്ത ബുദ്ധി മോന്റെ മണ്ടയിൽ ഉദിച്ചു. അതാണ് അച്ഛന് വൈരാഗ്യം കൂടാൻ കാരണം. ഹലോ നാത്തൂനെ. ആ ഓ, ഞാൻ എത്ര നേരോട്ട് വിളിക്കുവാ നാത്തൂനെ. നാത്തൂൻ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? ഇല്ല, എന്ത് കാര്യം? നമ്മുടെ വന്ദന ജയിലിൽ നിന്ന് ഇറങ്ങി. ദേവി, മാനത്തെ കൊട്ടാരം